പ്രമേഹ രോഗികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയമാണ് അവരുടെ കിഡ്നിക്ക് ഡാമേജ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. അവരെ പേടിപ്പെടുത്തുന്ന ഒരു സംഭവമാണ് മൂത്രത്തിലൂടെ പത പോകുന്നത്. അവർ പേടിക്കുന്നതിനും കാരണമുണ്ട്. കാരണം ഡയബറ്റിസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൈക്രോ ആൻഡ് മാക്രോ വാസ്കുലർ കോംപ്ലിക്കേഷൻസ്, അതിൻ്റെ അർത്ഥം രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന നീർക്കെട്ട്, ഇൻഫ്ലമേഷൻ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ അഗ്രഗണ്യനാണ് ഈ കിഡ്നി ഫെയിലിയർ എന്ന് പറയുന്നത്. കിഡ്നി ഫെയിലിയർ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കുമെന്നും ഡയാലിസിസിലോട്ട് പോലും എത്തിപ്പെടേണ്ട ഒരു സ്ഥിതി വരുമെന്നും എല്ലാവർക്കും അറിവുള്ളതാണ്. അപ്പോൾ ഈ കിഡ്നി ഫെയിലിയറിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അതിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്, ഡയബറ്റീസിൻ്റെ മെഡിസിൻസ് കഴിച്ചെന്നാൽ കിഡ്നി അടിച്ചു പോവോ, ഇനി അതിന് കിഡ്നിക്ക് പ്രശ്നമുണ്ടാക്കാത്ത തരത്തിലുള്ള മരുന്നുകളുണ്ടോ എന്നുള്ളതെല്ലാം നമുക്കിന്നൊന്ന് ഡിസ്കസ് ചെയ്യാം. നമസ്കാരം, ഞാൻ ഡോക്ടർ ബിബിൻ ജോസ്, പൾമോ മെഡിക്കൽ സെൻറ്റർ, പാല, കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻ ബത്തേരി. കിഡ്നീസ് എന്ന് പറയുന്നത് വൃക്കകൾ. അതിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. നമ്മുടെ രക്തം ശുദ്ധീകരിച്ച് മൂത്രമായിട്ട് പുറന്തള്ളുക മാത്രമല്ല, രക്തമുണ്ടാക്കുന്ന ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാനായിട്ട് ഉള്ള എറിത്രോപോയറ്റിൻ എന്ന ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത് പോലും നമ്മുടെ വൃക്കകളാണ് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. അതുപോലെ കാൽഷ്യം മെറ്റബോളിസത്തിൽ കാൽഷ്യം നമ്മുടെ ബോൺസിന് ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാകാതിരിക്കാൻ, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉണ്ടാകാതിരിക്കാൻ ഒക്കെ വലിയ ഫങ്ഷൻസ് കിഡ്നി നടത്തുന്നുണ്ട്. അതുപോലെ ആസിഡ് ബേസ് ബാലൻസ് കീപ്പ് ചെയ്യാൻ നമ്മുടെ രക്തത്തിൻ്റെ pH അത് 7.35 to 7.45 ആണ്. അതായത് സ്ലൈറ്റ്ലി ആൽക്കലൈൻ ആണ് എന്നുള്ളത് ചുരുക്കം. അതിൽ ഒരു പോയിൻ്റ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്നാൽ അത് പ്രശ്നമാണ്. 7.34 ആയെന്നാൽ അത് അസിഡോസിസ് എന്ന് പറയുന്നൊരു കണ്ടീഷനിലാകും. അപ്പോൾ ഇങ്ങനെ വരാതിരിക്കാനായിട്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു ഓർഗൻ സിസ്റ്റമാണ് രണ്ട് വൃക്കകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കിഡ്നികൾക്ക് പ്രശ്നമുണ്ടായെന്നാൽ അത് ആദ്യം നമുക്ക് അറിയാൻ പറ്റുക ഈ പറഞ്ഞ പോലെ മൂത്രത്തിൽ പതയായിട്ടായിരിക്കാം. എന്നാൽ ഈ പത എന്ന് പറയുന്നത് നമ്മൾ കുഞ്ഞ് കുഞ്ഞ് കുമിളകൾ വരുന്നതിനെ അല്ല ഉദ്ദേശിക്കുന്നത്. ഇത് വലിയ കുമിള പോലെ, നമ്മൾ സർഫിട്ട് കലക്കിയെന്നാൽ വരുന്ന വലിയ കുമിളകൾ പോലെ ക്ലോസറ്റിൽ മൂത്രം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും പതയുണ്ടാവുന്നുണ്ടെങ്കിൽ അത് പ്രോട്ടീൻ യൂറിയ ആണോ എന്നുള്ളത് സംശയിക്കണം. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, നമ്മുടെ വൃക്കകളുടെ ഗ്ലോമറുല എന്ന് പറയുന്നത് വൃക്കകൾ ബ്ലഡ് ശുദ്ധീകരിക്കുന്ന കോശങ്ങളാണ്. അപ്പോൾ അതിനിടയിലൂടെ മൂത്രം ഉണ്ടായി പോകുന്നതിൻ്റെ ഇടയിലൂടെ പ്രോട്ടീൻ കൂടി നമ്മുടെ രക്തത്തിൽ നിന്നും നഷ്ടപ്പെട്ട് ആൽബുമിനാണ് ഇതിലൂടെ പതയുണ്ടാക്കുന്ന ഘടകമായി മൂത്രത്തിലൂടെ പോവുക. അപ്പോൾ യൂറിൻ റൊട്ടീൻ എക്സാമിനേഷൻ എന്ന് പറയുന്ന വളരെ തുച്ഛമായ വിലയ്ക്ക് ചെയ്യാവുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. അതിൽ ആൽബുമിൻ അത് ട്രേസ് എന്ന് കണ്ടെന്നാലും കുഴപ്പമില്ല. 1+, 2+, ചിലപ്പോൾ 3+ഉം 4+ഉം ഒക്കെ ചില ആൾക്കാർക്ക് കണ്ടേക്കാം. അങ്ങനെ വരുന്നെങ്കിൽ യൂറിൻ മൈക്രോ ആൽബുമിൻ കൂടി നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അതോടൊപ്പം റീനൽ ഫങ്ഷൻ ടെസ്റ്റിൽ ഏറ്റവും മെയിനായിട്ട് നോക്കുന്നത് യൂറിയ, ക്രിയാറ്റിനിൻ, യൂറിക് ആസിഡ് ഒക്കെയാണ്. അപ്പോൾ യൂറിക് ആസിഡ് 7 കുറച്ച് നിർത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. 8 മുകളിൽ ഒരിക്കലും പോകരുത്. യൂറിക് ആസിഡ് എന്ന വാക്കിന് 8 അക്ഷരങ്ങളുണ്ട് എന്നെല്ലാവർക്കും അറിയാം. അതിൻ്റെ നോർമൽ വാല്യൂ 8 ആണ്. 8 മുകളിൽ കയറിയെന്നാൽ 8 പണി കിട്ടും എന്നുള്ളത് ഓർത്തിരിക്കുക. യൂറിക് ആസിഡ് കൂടിപ്പോകാതെ നമ്മൾ ശ്രദ്ധിക്കണം. മുട്ടുവേദന, കാലുവേദന, മുട്ടുകളിൽ നീര് തുടങ്ങിയ പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് ഗൗട്ടാണ് എന്ന് തിരിച്ചറിഞ്ഞതിന് വേണ്ട പരിശോധനകൾ നടത്തണം. അതുപോലെ രക്തക്കുറവ്, വിളർച്ച ഉണ്ടാകുക, ഹീമോഗ്ലോബിൻ കുറഞ്ഞു പോകുന്നതായിരിക്കാം ഒരുപക്ഷെ എറിത്രോപോയറ്റിൻ കുറഞ്ഞു പോകുന്നതുകൊണ്ടുണ്ടാകുന്ന ആദ്യ ലക്ഷണം. പെട്ടെന്ന് ഇൻഫെക്ഷൻസ് കയറി പിടിക്കുക, നമ്മുടെ പ്രതിരോധ ശക്തി തന്നെ താറുമാറിലാകുന്നത് കൊണ്ട് വളരെ പെട്ടെന്ന് പനി ഉണ്ടാവുക, ചുമ, അത് ഏറിയ പങ്ക് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ആയിട്ടും വരിക. അപ്പോൾ അത് തന്നെ ന്യൂമോണിയ ആയിട്ട് വരിക, ശ്വാസകോശത്തിൻ്റെ ചുറ്റും വെള്ളം കെട്ടിക്കിടക്കുന്നത് കൊണ്ട് പ്ലൂറൽ എഫ്യൂഷൻ എന്ന് പറയുന്ന പ്രശ്നമുള്ളതുകൊണ്ട് നടക്കുമ്പോൾ കിതപ്പുണ്ടാവുക, ഭയങ്കരമായ ചുമയുണ്ടാവുക, കുറുകുറുപ്പുണ്ടാവുക തുടങ്ങിയ പ്രശ്നങ്ങളുമൊക്കെ ഇതിനോടനുബന്ധിച്ച് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പനിയായിട്ട് അഡ്മിറ്റ് ആകുമ്പോഴാണെങ്കിലും
ജസ്റ്റ് യൂറിയ മാത്രമാണെങ്കിലും നോക്കാൻ ഡോക്ടർ ചിലപ്പോൾ നിർദ്ദേശിച്ചേക്കാം. അതോടൊപ്പം തന്നെ ലിവർ ഫങ്ഷൻ ടെസ്റ്റും കൂടി നോക്കാനായിട്ട് ഡോക്ടർ പറഞ്ഞേക്കാം. അതുപോലെ മൂത്രത്തിൽ രക്തത്തിൻ്റെ അളവ് ഉണ്ടാവുക. ഇപ്പോൾ മൂത്രത്തിൽ കല്ലൊക്കെ ഉള്ളപ്പോഴത്തേക്കും നമ്മൾ ആദ്യമേ നോക്കുന്നത് യൂറിൻ ടെസ്റ്റാണ്. നമ്മൾ ആദ്യമേ തന്നെ സ്കാൻ ചെയ്ത് ഇപ്പോൾ നോക്കണമെന്നൊന്നും ഒരിക്കലും പറയാൻ സാധ്യതയില്ല. അപ്പം RBCs ന്യൂമറസ് എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ, അതുപോലെ യൂറിൻ റൂട്ടീൻ എക്സാമിനേഷനിൽ പസ്സൽസ് ന്യൂമറസ് അല്ലെ WBCs ന്യൂമറസ് എന്ന് പറഞ്ഞാൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ മിക്കവാറും കിഡ്നിയുടെ പ്രശ്നമുള്ളവർക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അനിയന്ത്രിതമായിട്ട് ചിലപ്പോൾ കുറേ കാലുകൾ നീണ്ടു നിൽക്കുന്നതായിട്ട് കാണാം. അത് തന്നെ ബ്ലാഡർ വാളിനെ ഇൻഫെക്റ്റ് ചെയ്ത് സിസ്റ്റൈറ്റിസ് എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാകാം. മൂത്രത്തിൻ്റെ അളവ് സ്വതവേ കുറഞ്ഞു പോവുക. അപ്പം നമ്മൾ ഒരു ദിവസം 3 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കണം. അത്രയും തന്നെ മൂത്രം നമുക്ക് പുറത്തോട്ട് പോവുകയും ചെയ്യണം. അപ്പം ചിലർ 2-3 ലിറ്റർ വെള്ളം കുടിച്ചെന്നാലും അവരുടെ മൂത്രത്തിൻ്റെ അളവ് 1 ലിറ്ററിൽ താഴെയാവുക, ചിലപ്പോൾ മൂത്രമേ പോകാതിരിക്കുക എന്നുള്ള അവസ്ഥകൾ പോലും ചിലപ്പോൾ ഉണ്ടായേക്കാം. പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം കൊണ്ടും ഈ പറയുന്ന യൂറിയ ക്രിയാറ്റിൻ്റെ എലവേഷൻ കാണാം. അപ്പം അങ്ങനെ വരുമ്പോൾ അവർക്ക് സിറം പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ എന്ന് പറയുന്നൊരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. അത് ക്യാൻസർ പ്രോസ്റ്റേറ്റിൻ്റെ ആരംഭമാണോ എന്നുള്ളത് നോക്കാൻ. ക്യാൻസർ പ്രോസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട, അത് വളരെ സ്ലോ ഗ്രോയിങ് ഒരു ട്യൂമറാണ്. അതിൻ്റെ പല വെറൈറ്റി ഉണ്ടെങ്കിലും അതിൽ പലതും അത് തന്നെ 8-10 വർഷം കൊണ്ടൊക്കെ തന്നെ വലിയ വലിപ്പം വെച്ച് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കത്തുള്ളൂ. അല്ലെങ്കിൽ ചെറിയ മരുന്നുകൾ കൊണ്ടോ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സർജറി പോലുള്ള അതും ലഘുവായിട്ടുള്ള സർജറി കൊണ്ടോ നമുക്ക് ആ യൂറിനറി ഒബ്സ്ട്രക്ഷൻ ഇല്ലാതെ അതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. അതേപോലെ കിഡ്നിക്ക് പ്രശ്നമുണ്ടാക്കുന്ന പല ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളുണ്ട്. ഉദാഹരണത്തിന് IgA നെഫ്രോപ്പതി എന്ന് പറയുന്ന അസുഖം, സിസ്റ്റിക് കിഡ്നി ഡിസീസ്, കിഡ്നിയിൽ ഒരുപാട് മുഴകളായിട്ട് വെള്ളക്കെട്ടുകളായിട്ട് വരിക, ചെറുപ്പത്തിലെ തന്നെ ഹൈപ്പർ ടെൻഷൻ ഭയങ്കരമായിട്ട് കൂടി കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു അൾട്രാസൗണ്ട് സ്കാനും റീനൽ ഫങ്ഷൻ ടെസ്റ്റും ചെയ്യാൻ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഈ പറഞ്ഞ ആക്സലറേറ്റഡ് ഹൈപ്പർ ടെൻഷൻ എന്ന ലക്ഷണം ചിലപ്പോൾ കിഡ്നിയിലുണ്ടാകുന്ന നെഫ്രോപ്പതിയുടെ ചേഞ്ചസ് ആയിരിക്കാം. അതുപോലെ കൊച്ചുകുട്ടികൾക്ക് വേണമെങ്കിലും നെഫ്രോട്ടിക് സിൻഡ്രോം പോലുള്ള പ്രശ്നങ്ങളുണ്ടാകാം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളും അതിൽ നോക്കണം. ഇനി വളരെ കോമൺ ആയിട്ട് ഒരു കുഴപ്പം ഉണ്ടാക്കാത്തവർക്ക് കിഡ്നി ഫെയിലിയർ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അണലിപ്പാമ്പിൻ്റെ കടി. അണലിപ്പാമ്പ് എന്ന് പ്രത്യേകം എടുത്തു പറയാൻ കാരണമുണ്ട്. അതിൻ്റെ ടോക്സിൻസ് എന്ന് പറയുന്നത് ഹെമറ്റോടോക്സിനാണ്. നമ്മുടെ കോബ്ര അല്ലെങ്കിൽ മറ്റ് വെള്ളിക്കട്ടൻ പോലുള്ള പാമ്പുകൾക്കൊക്കെ ന്യൂറോടോക്സിൻസ് ആണ്. എന്നാൽ ഈ അണലിക്ക് മാത്രമാണ് എന്തുള്ളത്, നല്ല ഹിമറ്റോടോക്സിൻസ്, അതായത് ബ്ലഡിനെ ക്ലോട്ട് ചെയ്യാൻ സമ്മതിക്കാതെ ബ്ലീഡിങ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ള ടോക്സിൻ വിഷമാണ് അവർ കുത്തിവയ്ക്കുക. അത് തന്നെ കിഡ്നി ഫെയിലിയറിലോട്ട് നയിക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ച ഒരു വാർത്തയാണ്. ഒരു കുഴപ്പമില്ലാതെ നല്ല ജോലി ചെയ്ത് നടന്നിരുന്ന ഒരു മനുഷ്യൻ, ഒരു വെറ്റിനറി ഡോക്ടറാണ്. അദ്ദേഹം എന്തോ കടിച്ചതുപോലെ തോന്നി. അത് കഴിഞ്ഞിട്ട് കുറേ നാളുകൾക്ക് ശേഷമാണ് കിഡ്നി ഫെയിലിയർ ആവുന്നത്. അപ്പോൾ അപ്പോഴാണ് റിവൈൻഡ് അടിച്ച് ചിന്തിച്ചപ്പോൾ ഒരു ചെറിയ പാമ്പോ മറ്റോ കടിച്ചിരിക്കണം, അണലിപ്പാമ്പായിരിക്കണം എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ പള്ളയുള്ള സ്ഥലത്തൂടെ പോകുമ്പോൾ, പറമ്പിൽ കൂടെ പോകുമ്പോഴൊക്കെ നമ്മളൊരു വടി കുത്തി നടക്കാനായിട്ട് ശ്രദ്ധിക്കുക. പാമ്പിന് ചെവി കേൾക്കത്തില്ല, അത് വൈബ്രേഷൻ കൊണ്ടാണ് ആൾക്കാർ വരുന്നതെന്ന് മനസ്സിലാക്കുന്നത്. നല്ല വടി കുത്തി കുത്തി നടക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പാമ്പ് ഓടി മാറിക്കോളും. നമ്മൾ പമ്മി പോകുമ്പോഴാണ് അറിയാതെ പാമ്പിൻ്റെ മേലെ ചവിട്ടുകയും, ഈ അണലിപ്പാമ്പ് വളരെ ഈ ഗ്രൗണ്ടിനോട് ചേർന്ന് കിടക്കുന്നതായതുകൊണ്ട് നേരെ കാലിട്ട് അത് കടിച്ച് പറിക്കുക ചെയ്യുന്നത്. അത് സാധാരണ പാമ്പിനെ പോലെ കൊത്തുകയല്ല, കടിച്ച് പറിച്ച് ചിലപ്പോൾ ആ ഭാഗം തന്നെ നെക്രോസിസും ഗാംഗ്രീനും അടിക്കാനുള്ള സാധ്യത പോലും ഉണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കിഡ്നിയെ അഫക്റ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും ഒഴിവാക്കുക. ഇനി അഥവാ കിഡ്നിക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട മരുന്നുകളുണ്ട്. പലപ്പോഴും നിസ്സാരമായ മരുന്നുകൾ കൊണ്ട് തന്നെ ഇത് പൂർണ്ണമായിട്ടും പൂർവ്വസ്ഥിതിയിലെത്തിക്കാം. ഏതുവരെ നമുക്ക് ഒരു ക്രിയാറ്റിൻ 2-3 വരെയൊക്കെ പോകുന്നത്. എന്നാൽ അതൊരു 5-നും 6-നും ഒക്കെ മുകളിൽ പോയെന്നാൽ പലപ്പോഴും ഹീമോഡയാലിസിസ് വരെ വേണ്ടി വന്നേക്കാം. ഈ കിഡ്നിക്ക് ഫെയിലിയർ ആക്കുന്നത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഡയബറ്റിക് പേഷ്യൻസ് ആണ്. അത് അപ്പോൾ എല്ലാവർക്കും ഒരു തോന്നലുണ്ടാവും, ഡയബറ്റീസിൻ്റെ മരുന്ന് കഴിച്ചുകൊണ്ടാണ് കിഡ്നി ഫെയിലിയർ ആയത്. എന്നാൽ ഡയബറ്റീസിൻ്റെ മരുന്ന് കഴിച്ചിട്ട് കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള ഒരാൾ പോലും ഈ ഭൂമുഖത്തുണ്ടാവില്ല.
പകരം വേദന സംഹാരികൾ വാരിക്കഴിച്ചിട്ട് കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ളവരുണ്ടാവാം. സ്ഥിരം മദ്യപിച്ചിട്ട് കിഡ്നി ഫെയിലിയർ ഉണ്ടായിട്ടുള്ളവരാവും. കഞ്ചാവും പുകയിലയും വലിച്ചിട്ട് കിഡ്നി ഫെയിലിയർ ഉണ്ടായിട്ടുള്ളവരുണ്ടാവും. പക്ഷേ നമ്മൾ ഡയബറ്റീസിൻ്റെ മരുന്ന് ഒരു കൃത്യമായിട്ടുള്ള കാലയളവിലും ഡോസിലുമാണ് കഴിക്കുന്നതെങ്കിൽ ഒരിക്കലും അവർക്ക് കിഡ്നി ഫെയിലിയർ ഉണ്ടാവില്ല. സംഭവിക്കുന്നത് കിഡ്നി ഫെയിലിയർ ആയി കഴിഞ്ഞിട്ടായിരിക്കും ഇവർ ഡയബറ്റീസിൻ്റെ മെഡിസിൻസ് കഴിച്ചു തുടങ്ങുക എന്ന് മാത്രം. പ്രമേഹം ഉണ്ടായി 5-6 വർഷം 200, 300, 400 ഒക്കെ ആയിട്ട് ഷുഗറുമായിട്ട് നടന്നു. പിന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ചെറുതായിട്ട് തോന്നി തുടങ്ങിയപ്പോഴേക്കും എന്നാൽ മരുന്ന് കഴിച്ചേക്കാമെന്ന് വെച്ചു. അങ്ങനെ മരുന്ന് കഴിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഉടനെ തന്നെ കിഡ്നി ഫെയിലിയറായി. ഇങ്ങനെയാണ് ആ കഥ പോവുക. എന്നാൽ നമ്മൾ ചെയ്യേണ്ടത് ഷുഗർ ഉണ്ടെന്ന് കണ്ടെന്നാൽ ആദ്യമേ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, നല്ല എക്സസൈസ്, നല്ല ഡയറ്റ്, ഇതിലും ശരിയായില്ല HbA1c നമുക്കൊരു 7-ൽ താഴെയാക്കാൻ പറ്റുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും മരുന്ന് ഉപയോഗിക്കുക തന്നെ വേണം. ഇനി അതൊരു 8-ന് മുകളിലായി പോകുന്നെങ്കിൽ 9-ന് മുകളിലാവണമെന്നുണ്ടെങ്കിൽ ഇൻസുലിനും കൂടി ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമായേക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് തന്നെയാണ് വിട്ടുതരിക. അപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന ഡയബറ്റിക് രോഗികളോട് ഞാൻ പറയാം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം. ഇതിനിപ്പുറം പോയി കഴിഞ്ഞാൽ അടുത്ത വരവിന് ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്യും. എന്ത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങളെക്കൊണ്ട് ഈ മരുന്ന് എടുപ്പിക്കണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾ അത്ര കണ്ട് ഭക്ഷണത്തിൽ നിയന്ത്രിക്കാൻ പറ്റുമെങ്കിൽ എന്തിന് മരുന്ന് എടുക്കണം എന്ന് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. ഇനി മരുന്ന് എടുത്തേ പറ്റുള്ളൂ എന്നുള്ള ആൾക്കാരും ഉണ്ട്. കാരണം എൻ്റെ ഒരു ആൻറ്റിക്ക് 140 എന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ ആകെ ടെൻഷനാണ്. അത് 150, 60 ഒക്കെ ആയിക്കിട്ടുണ്ടെങ്കിൽ ഹാർട്ട് അറ്റാക്ക് പോലും വന്നു പോകുമോ എന്ന് ചിലപ്പോൾ സംശയം തോന്നും. അങ്ങനെ ഓവർ കൺസേൺഡ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട് ഡയബറ്റിക് രോഗികളിൽ. ഇത് രണ്ടും തെറ്റാണ്. ഒരു പ്രശ്നമില്ലാതെ 400-ഉം 500-ഉം ഷുഗറുമായിട്ട് ചക്കക്കുരു പോലെ നടക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഒരു 140 ആകുമ്പോഴത്തേക്കും ഭയങ്കര പ്രശ്നമായിട്ട് പേടിച്ചരണ്ട് വിളിക്കുന്ന ആൾക്കാരുമുണ്ട്. ഇത് രണ്ടും വേണ്ട. നമുക്ക് കൃത്യമായിട്ടുള്ള അളവിൽ നിർത്തുക. ഈ മെൻ്റൽ സ്ട്രെസ്സ് തന്നെ നമ്മുടെ ഡയബറ്റീസിനെ മാത്രമല്ല ആകെ മൊത്തം ശരീരത്തെ മൊത്തം താറുമാറാക്കാൻ കാരണമാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഓർക്കുക. നല്ല എക്സസൈസ്, നല്ല മെഡിറ്റേഷൻ, നമ്മുടെ സ്ട്രെസ് ലെവലിനെ മാനേജ് ചെയ്യാനായിട്ടുള്ള കൃത്യമായ അഭ്യാസം, ഇതെല്ലാം ഈ ഹാപ്പിനെസ് എല്ലാമാണ് നമുക്ക് നല്ല ആരോഗ്യവും ആയുസ്സും നീട്ടിത്തരുന്നത് എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. ഇനി കിഡ്നി രോഗികൾക്ക് കൊടുക്കുന്ന മരുന്നുകൾ, അതിൽ ഏറ്റവും പ്രധാനം നമുക്ക് ഒരു പരിധിയിൽ കഴിഞ്ഞാൽ ഡയാലിസിസ് ചെയ്യുക മാത്രമേ നിവൃത്തിയുള്ളൂ. അയ്യോ ഡയാലിസിസ് വന്നു, അതെന്താ ചെയ്യാൻ പറ്റുക, ഇനി ജീവിതം പോയി എന്നൊന്നും വിചാരിക്കരുത്. പകരം ഇങ്ങനെ വിചാരിക്കുക, ആ പോകുന്ന 3 മണിക്കൂർ സമയം, ഡയാലിസിസിലിരിക്കുന്ന സമയം എങ്ങനെയൊക്കെ എൻജോയ് ചെയ്യാം, അതൊക്കെ എങ്ങനെ ഏത് രീതിയിൽ നമുക്ക് പ്രാവർത്തികമായി അത് ഉപയോഗപ്പെടുത്താം എന്നുള്ളത് ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. വേണമെങ്കിൽ എന്തെങ്കിലും എഴുതി കുറിച്ച് വയ്ക്കാം, വല്ലതും വായിക്കാം, അല്ലെങ്കിൽ സിനിമകൾ കാണാം, TV കാണാം, ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാം, പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യാം. 3 മണിക്കൂർ സമയം നിങ്ങൾക്ക് വേണ്ടി തന്നെ വീട്ടിൽ തന്നിരിക്കുന്നു. ആ സമയത്ത് മെഡിറ്റേറ്റ് ചെയ്യാം, പ്രാർത്ഥിക്കാം. അത് നമ്മുടെ സന്തോഷത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ, അത് എൻജോയ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ കേൾവിക്കാർക്കുമായിട്ട് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാൻ MBBS കഴിഞ്ഞ് 1 വർഷം നിംസ് മെഡിസിറ്റി, അവിടുത്തെ നെഫ്രോളജി ഡോക്ടറിൻ്റെ കീഴിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് MDക്ക് പോകുന്നതിന് മുൻപ്. ആ 1 വർഷം ഞാൻ കണ്ട നെഫ്രോളജി പേഷ്യൻസിൻ്റെയൊക്കെ മുഖം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ അവരോടൊക്കെ അവരുടെ കൂടെ, അവരെല്ലാം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്. കാരണം ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഡയാലിസിസിന് വേണ്ടി വരും. നമ്മളാണ് ഡയാലിസിസിന് കൊണ്ടുപോകുന്നതും അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നാൽ നമ്മളാണ് അത് അറ്റൻഡ് ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ അങ്ങനെ ഒരു ഫാമിലി പോലെ ആയി മാറിയതുകൊണ്ട് ഈ ഡയാലിസിസ് പേഷ്യൻസിനെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യണം, അവർക്കുണ്ടാകാവുന്ന മാനസിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള എല്ലാം, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കൊരു പരിധി വരെ പല സന്നദ്ധ സംഘടനകൾ വഴിയും നമുക്ക് അവരുടെ സഹായം എത്തിച്ചു കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആരെങ്കിലും നിങ്ങളുടെ പരിസരത്ത് നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കഴിയുന്ന രീതിയിൽ അവരെ സഹായിക്കുക. നമുക്ക് പൈസ കൊടുത്ത് മാത്രമല്ല സഹായിക്കാൻ പറ്റുക, ഇങ്ങനെയുള്ള നല്ല ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യുന്ന വഴി കൂടി അവരെ സഹായിക്കാം. അതോടൊപ്പം നമുക്ക് കൊടുക്കാവുന്ന നല്ല ചില മരുന്നുകളുണ്ട്. പ്രത്യേകിച്ചും N-അസറ്റൈൽസിസ്റ്റീൻ പോലെയുള്ള
നമ്മുടെ ലിവറിൻ്റെയും കിഡ്നിയുടെയും ടോക്സിൻസിനെ പുറന്തള്ളുന്ന രീതിയിലുള്ള ചില മരുന്നുകളുണ്ട്. അതുപോലെ കാൽഷ്യം അടങ്ങിയിട്ടുള്ള പല സപ്ലിമെൻറ്റ്സും ഉണ്ട്. കാൽഷ്യം കാർബണേറ്റ് ചിലപ്പോൾ കൊടുക്കാറുണ്ട്, സോഡിയം കാർബണേറ്റ് കൊടുക്കാറുണ്ട്. ഇതെല്ലാം നമുക്ക് പലതരത്തിൽ നമ്മുടെ കിഡ്നിയെ പുനരുജ്ജീവിപ്പിക്കാനായിട്ട് സഹായിക്കുന്നതാണ്. നല്ല ആൻറ്റി ഓക്സിഡൻസും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്, അത് മുട്ടയുടെ വെള്ള ദിവസം 2-3 എണ്ണം കഴിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അധികം മധുരമുള്ള ഭക്ഷണ സാധനങ്ങളോ അധികം ഉപ്പുള്ളതോ ഒത്തിരി ധാന്യാഹാരങ്ങളോ ഒക്കെ കൊടുക്കാതിരിക്കുക. പകരം അധികം പൊട്ടാസ്യം കണ്ടൻറ്റ് ഇല്ലാത്ത രീതിയിലുള്ള പച്ചക്കറികളും പഴങ്ങളും ഇലക്കറികളും ഒക്കെ കഴിക്കാവുന്നതാണ്. ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക്, അതിൽ തന്നെ കിഡ്നിക്ക് പ്രശ്നം കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതീവ ശ്രദ്ധയോടെ വേണം നമ്മുടെ ഭക്ഷണം പാകം ചെയ്യാനും അവർക്ക് വിളമ്പി കൊടുക്കാനും. കാരണം ഇങ്ങനെയുള്ളവർ ചിലപ്പോൾ ഒരു പീസ് കേക്ക് കൊടുത്തെന്നാൽ പോലും പൊട്ടാസ്യം കൂടി പോയി കാർഡിയാക് അറിത്മിയാസ് ഉണ്ടായി മരണമടയുന്ന കാഴ്ച ഞാൻ പല കുറി കണ്ടിട്ടുണ്ട്. ഞാൻ നിംസിൽ വർക്ക് ചെയ്തിരുന്ന അത്രയും സമയം തന്നെ. അതുകൊണ്ട് ഇത് വളരെ സ്ക്രൂട്ടനൈസ് ചെയ്ത് മാത്രം അവർക്ക് ആഹാരം കൊടുക്കുക. അവർക്ക് എപ്പോഴും ഒരു താങ്ങും തണലുമായിട്ട്, നമുക്ക് മാനസികമായിട്ടെങ്കിലും ഒരു താങ്ങ് കൊടുക്കാനായിട്ട് എല്ലാ കുടുംബാംഗങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവർക്കും നല്ല ആരോഗ്യം ആശംസിക്കുന്നു. ലവ് ആൻഡ് റിഗാർഡ്സ്, ഡോക്ടർ ബിപിൻ ജോസ്, പൾമ മെഡിക്കൽ സെൻറ്റർ, പാലാ, കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻ ബത്തേരി.